എൻ്റെ ഹൃദയ കമലവാസൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടും ഭഗവത്ഗീതയുടെ 1-2 അധ്യായത്തിലെ ശ്ലോകങ്ങളുടെ വ്യാഖ്യാനം, അർത്ഥത്തെ 1,00,000 കൊണ്ട് ഭാഗിച്ചാൽ എത്ര വരുമോ ആ അംശം മാത്രം ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ കടക്കാൻ പോകുന്ന കർമ്മയോഗത്തിലേക്കാണ്. അതായത് ഇത്രയും നേരം കരയിലായിരുന്നു, ഇനി നദിയുടെ കടലിൻ്റെ വക്കിലേക്ക് കാലുവച്ചിരിക്കുകയാണ്, മധ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സർവേശ്വരൻ എന്നെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളും അനുഗ്രഹിക്കണം എന്ന് പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ തുടർന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ എൻ്റെ ഹൃദയകമലേശ്വരൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രോതാക്കൾ, കേൾക്കുന്നവർ, കാണുന്നവർക്കും എല്ലാവർക്കും ഒരു മനസ്സിലൊരു ധാരണയുണ്ട്, പലരും മനസ്സിൽ ധരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇയാൾ കാട്ടുന്ന മുഴുവൻ കള്ളത്തരമാണ്, ഈ ഗോപിക്കുറിയും ഈ പ്രവചനവും ഇതൊക്കെ മഹാകള്ളത്തരമാണ്, ഭയങ്കര കള്ളനാണ് ഇയാൾ എന്ന് പറയുന്നവർ ധാരാളം ഉണ്ടാവും. ഞാൻ അവർ പറയുന്നതിനൊക്കെ ശിരസാ വഹിക്കുന്നു. അത് അവർ പറയുന്നത് ശരിയാണ്. കാരണം എൻ്റെ ഗുരു സാക്ഷാൽ ശ്രീകൃഷ്ണനാണ്, പാർത്ഥസാരഥിയാണ്. അദ്ദേഹമാണെങ്കിൽ മഹാകള്ളനാണ്, ജനനം മുതൽ കള്ളനാണ്. ജനിച്ചപ്പോൾ എന്ത് ചെയ്തു? അമ്മയുടെ മനസ്സിനെ കട്ടു. പിന്നെ എന്ത് ചെയ്തു? വെണ്ണയും പാലും കട്ട് ഗോപികമാരുടെ മനസ്സ് കട്ടെടുത്തു. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദ്രൗപദി വസ്ത്രാഭിഷേകത്തിൽ അവരുടെയും മനസ്സ് കട്ടെടുത്തു. ഒടുവിൽ മരിക്കുന്ന സമയത്ത്, സ്വർഗാരോഹണ സമയത്ത് ഒരു വേടൻ്റെ മനസ്സും കട്ടു. അങ്ങനെ എല്ലാം കൊണ്ടും കള്ളനെന്ന് നിരൂപിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ, ഒരാൾ ആണ് എൻ്റെ ഗുരു. അപ്പോൾ സ്വാഭാവികമായും ഞാനും ഒരു കള്ളൻ തന്നെയാണ്, അത് സത്യമാണ്. അദ്ദേഹം എൻ്റെ മനസ്സിന് മാത്രമേ കട്ടുള്ളൂ, അങ്ങനെ വിടാൻ പാടുണ്ടോ? അപ്പം ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല. ഞാൻ എന്ത് ചെയ്തു? കൃഷ്ണഭഗവാന്റെ മനസ്സിനെയും ശരീരത്തെയും കെട്ടി എൻ്റെ ഹൃദയകമലത്തിൽ കെട്ടിവെച്ചു. ഭാവിയിൽ അദ്ദേഹം എന്നെ വെറുക്കുകയോ എന്തു ചെയ്തു എന്നെ വിട്ടു തള്ളുകയാണെങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് അദ്ദേഹത്തെ വിടാൻ തയ്യാറില്ല. ഈ മരണം വരയ്ക്കും, ഈ ശരീരം ദ്രവിക്കുന്ന വരയ്ക്കും, ശ്വാസം നശിക്കുന്ന വരയ്ക്കും എൻ്റെ മനസ്സിൽ അദ്ദേഹം കെട്ടിക്കിടക്കും, അത് തീർച്ചയാണ്. അപ്പം ഞാനും കള്ളനാണ്, മനസ്സിലായോ? ഒരു കള്ളൻ എൻ്റെ ഗുരുവാകുന്ന സമയത്ത്, ഗുരു കള്ളനെങ്കിൽ ശിഷ്യൻ കുറച്ചെങ്കിലും കള്ളത്തരം കാട്ടണ്ടേ? അപ്പോൾ നിങ്ങൾ പറയുന്ന സംശയം തീർന്നല്ലോ, യാതൊരു സംശയമില്ല, അത് ഞാനും കള്ളനാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് ഇടാം. അപ്പോൾ 2 അധ്യായങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ എന്തിനാ പോണ? കർമ്മയോഗത്തിലേക്ക് പോകണം. അപ്പോൾ 2 അധ്യായങ്ങളിൽ അദ്ദേഹം അർജുനൻ എന്താ പറഞ്ഞു കൊടുത്താൽ, എങ്ങനെയായിരിക്കണം ഒരു യോഗി? ഏറ്റവും ശ്രേഷ്ഠനായ യോഗിക്ക് മാത്രമേ സ്വർഗപ്രാപ്തി അഥവാ മോക്ഷം ലഭിക്കുകയുള്ളൂ. അയാൾ എങ്ങനെയായിരിക്കണം? നിശ്ചലമായ മനസ്സുള്ളവനായിരിക്കണം, ദൃഢമനസ്സുള്ളവനായിരിക്കണം, പ്രകൃതി ശക്തികളെ വെല്ലുന്നവനായിരിക്കണം. കാമക്രോധമതലോപാധികൾ ഒന്നും അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. നമുക്ക് രാത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് പകലാകുന്നു. നദിയിലും കടലിലും ജലാശയങ്ങളിലും വെള്ളം നിൽക്കുന്ന സമയത്ത് മറ്റു വെള്ളങ്ങളിൽ വന്നു ചേരുന്നു, എന്ത് വ്യത്യാസം സംഭവിക്കുന്നില്ലയോ അതുപോലെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സ്. കാമക്രോധമതലോപാധികൾ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. പഞ്ചേന്ദ്രിയങ്ങൾ അടക്കുവാനുള്ള ശക്തിയുണ്ട്. ദുഃഖങ്ങൾ അദ്ദേഹത്തിന് ബാധകമല്ല, സന്തോഷം അദ്ദേഹത്തിന് ബാധകമല്ല. ഇങ്ങനെ എല്ലാം കൊണ്ടും ശ്രേഷ്ഠനായവൻ ആണ് യോഗി, ജ്ഞാനയോഗി. ആ ജ്ഞാനയോഗിക്ക് സ്വർഗം ലഭിക്കുന്നു,
അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുന്നു, അല്ലെങ്കിൽ മോക്ഷത്തിന് അർഹയായവൻ അവൻ തന്നെയാണ് എന്ന് 75 ശ്ലോകങ്ങളിൽ കൂടി പല ഉദാഹരണങ്ങൾ പറഞ്ഞ് അദ്ദേഹം അർജുനനെ ധരിപ്പിച്ചു. പക്ഷേ അർജുനാകട്ടെ അപ്പോഴും സംശയം തീർന്നില്ല. നോക്കൂ, വേദവ്യാസൻ 5000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഭഗവത്ഗീതയിൽ ഇന്ന് നമുക്കുണ്ടാകുന്ന അതേ സംശയമാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നത് നോക്കാം നമുക്ക്. അതേ ആ ശ്ലോകം എന്താണ്? ജ്യായസീസേ കർമ്മണസ്തേ മാധാ ബുദ്ധിർജനാർദ്ദന തക്കിം കർമ്മണി കോരേ മാം നിയോജയസി കേശവാം വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചത്യ യേന ശ്രേയോഹമാപ്നുയാം. അദ്ദേഹം പറയുന്നുണ്ട് അതൊക്കെ യോഗനിദ്രയിൽ നിന്ന് യോഗങ്ങളിലൂടെ നേടുന്ന കർമ്മത്തേക്കാൾ അതാണ് ഉപരി എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, വളരെ ശ്രേഷ്ഠമായി പറയണം അതാണ് ഉപരിയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ ദുഷ്കർമ്മം, അതായത് യുദ്ധം പറയുന്നത് നല്ല കർമ്മം അല്ലല്ലോ, പലപേരും മരിക്കുന്നുണ്ട്, ദുഷ്കർമ്മം, ആ കർമ്മത്തിലേക്ക് എന്നെ എന്തുകൊണ്ട് നയിക്കുന്നു? ഗോട്ട് ദ പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റായ ഒരു ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? നല്ല വഴി. ആ നല്ല വഴി പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഇന്ന ആയാലാണ് മോക്ഷം കിട്ടുക എന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അർജുനൻ ചോദിക്കുകയാണ്, അതാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ യുദ്ധം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്? യുദ്ധം ഒരു ഹിംസയല്ലേ, അതിലേക്ക് നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അർജുനൻ. സ്വാഭാവികമായും നമുക്ക് ഇന്ന് നമ്മൾ ചോദിക്കുന്ന അതേ ചോദ്യമാണ് അർജുനൻ ചോദിക്കുന്നത്, പ്രത്യേകിച്ച് നിരീശ്വരവാസികൾ ചോദിക്കുന്നു. അതാണ് ഗുണമെങ്കിൽ പിന്നെ എന്തിനു എന്നെ ഇതിലേക്ക് മത്സരിക്കണം എന്ന് ചോദിക്കണം. അതിനെ ഭഗവാൻ സമർത്ഥമായ ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണ് നോക്ക്. അതുമാത്രമല്ല, അയാൾ പറയണത് എന്താണ്? വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസൈവ മേ തദേകം വദ നിശ്ചത്യ യേന ശ്രേയോഹമാപ്നുയാം. താങ്കൾ പലതും പറഞ്ഞ് ആദ്യത്തെ അധ്യായത്തിലും സാഖ്യയോഗത്തിലും പലതും പറഞ്ഞ് എൻ്റെ ബുദ്ധിയെ ഭ്രമിച്ചിരിപ്പിക്കുന്നു. അതാണോ ശരി, ഇതാണോ ശരി? ഇപ്പോഴും ഐ ആം കൺഫ്യൂസ്. ഇപ്പോഴും എനിക്ക് ഏതാണ് ശരി എന്ന് അറിയില്ല. ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ അത് യോഗം ചെയ്യുന്നവൻ അങ്ങനെയായിരിക്കണം, ഇങ്ങനെ അയാൾക്കേ മോക്ഷമുള്ളൂ പറഞ്ഞു. മറുവശത്തു കൂടെ ആദ്യം പറഞ്ഞു എന്നോട് ഇനി ഈ യുദ്ധം ചെയ്യണം, ഇന്നത് ആവശ്യമാണ്, ശത്രുക്കളെ കൊല്ലണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ പലതും താങ്കൾ, ഹേ കൃഷ്ണ എൻ്റെ ഗുരു, താങ്കൾ പലതും പറഞ്ഞ് എൻ്റെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണം, ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് ഇപ്പോഴും എനിക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് ശ്രേയസ് ഏതാണോ, എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏതാണോ, ഞാൻ ഏത് ചെയ്യണമോ അതെനിക്ക് ഉപദേശിച്ചു തരൂ എന്ന് അർജുനൻ പാർത്ഥസാരഥിയോട് ചോദിക്കണം. അപ്പോൾ അർജുനൻ പൊതുവെ ഒരു കൺഫ്യൂഷനാണ്. അദ്ദേഹം ആര് പറഞ്ഞാലും കേൾക്കില്ല. പക്ഷേ ശ്രീകൃഷ്ണൻ പറഞ്ഞാൽ എന്ത് പറഞ്ഞാൽ കടലിൽ ചാടാൻ പറഞ്ഞാൽ ചാടും. അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. ഭക്തൻ മാത്രമല്ല അയാൾ അങ്ങനത്തെ സ്വഭാവമാണ്. അയാളുടെ പേരും കൃഷ്ണൻ എന്നാണ്. ഇതും കൃഷ്ണനാണ്. അർജുനൻ്റെ സാക്ഷാൽ പേര് കൃഷ്ണൻ എന്നാണ്. പലർക്കും അറിയില്ലോ, എനിക്കറിയില്ല. ഏതായാലും കൃഷ്ണനാണ്. അപ്പോൾ കൃഷ്ണൻ്റെ സ്വഭാവം ഇയാൾക്ക് കുറച്ചെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള സ്വഭാവമാണ്. അപ്പോൾ സംശയം തീരാത്ത ഒരു വ്യക്തിയാണ്. ആ സംശയങ്ങൾ മുഴുവൻ ഗീതയിലൂടെ കൃഷ്ണൻ, ഭഗവത്ഗീതയിലൂടെ സാക്ഷാൽ കൃഷ്ണൻ ആ സംശയങ്ങൾ മുഴുവൻ 18 അധ്യായങ്ങളോട് തീർത്തു കൊടുക്കുന്നുണ്ട്. കൃഷ്ണൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നോ പോയിട്ടുണ്ടാവും കേട്ടോ. കാര്യം പറയണം. ഇയാൾ ചോദിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലെങ്കിൽ എന്താ ചെയ്യുക? പക്ഷേ മനസ്സിലാകാത്തതല്ല അയാൾക്ക്. ലോകത്തിന് വേണ്ടി
ആ സംശയങ്ങൾ അയാൾ ഉത്ഭവിക്കുന്നു. ലോകത്തിന് വേണ്ടി സംശയങ്ങൾ കേൾക്കുന്നു. നാളെ ഈ സംശയങ്ങൾ മറ്റൊരാൾ കേൾക്കാൻ ഇടവരുത്തരുത്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. അർജുനൻ ബുദ്ധിമാൻ തന്നെയാണ്, അയാൾ പൊട്ടനൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് വേദവ്യാസൻ ചെയ്യിക്കുന്നത് എന്തിനെ ചോദിച്ചാൽ ലോക നന്മയ്ക്ക്. ആയിരക്കണക്കിൽ വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾക്ക് മനസ്സിൽ ഉണ്ടാകുമെന്ന സംശയം ഇപ്പോൾ തന്നെ ചോദിപ്പിക്കുന്നു. മനസ്സിലാക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അർജുനനുള്ള സംശയമല്ല അത്, നമുക്കുള്ള സംശയം അർജുനനിലൂടെ പറയിപ്പിക്കുന്നു. കൃഷ്ണൻ എന്താ പറയുന്നത്? കൃഷ്ണന് വെറുതെ ഇപ്പോൾ ഒരാൾ സംശയം ചോദിക്കാതെ ഇങ്ങനെ ഭ്രാന്തനെ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കർമ്മയോഗത്തിൽ പറയുന്നു, ഇതിൽ തന്നെ കേൾക്കുന്നവർ ചിലവർ കർമ്മയോഗത്തിൽ കർമ്മങ്ങൾ പലതരമുണ്ട്. അമീബ പോലെയാണ്, കട്ടിയും തോളും പലതരം കർമ്മങ്ങൾ വരും. അപ്പോൾ ഈ കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ കർമ്മയോഗത്തിലൂടെ കുറച്ചെങ്കിലും, മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, പക്ഷെ നമുക്കതറിയില്ല, കുറച്ചെങ്കിലും നമുക്കറിയാം. ചിലവർ എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവർ ചിലവരെങ്കിലും പറയുന്നുണ്ടാവും, എന്ത് കർമ്മത്തിനോട് അപ്പം അയാളുടെ ഇത് കേൾക്കാൻ മെനക്കെടുന്നു എന്ന് പറയുന്നുണ്ടാവും. അതും ശരി, അതും ഒരു കർമ്മത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായോ? നിങ്ങൾ പറയുന്ന ആ ഇതുണ്ടല്ലോ, അതും കർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഭഗവാൻ കർമ്മയോഗത്തിൽ അതിന് ഉത്തരം പറയുന്നത് എന്താണ്? ലോകേസ്മിൻ ദിവിധാനിഷ്ഠ പൂരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ശ്രീ ഭഗവാൻ പറയുന്നു, ലോകേസ്മിൻ ദിവിധാനിഷ്ഠ പൂരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ലോകേസ്മിൻ ദിവിധാനിഷ്ഠ എന്താണ് അർത്ഥം? ഹേ നിർമ്മലചിത്ത, ഈ ലോകത്തിൽ സത്യത്തിലേക്കുള്ള വഴി ലോകം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ 2 വഴികളാണ് ഉപദേശിച്ചിരിക്കുന്നത്. ദ്വിവിധാനിഷ്ഠ പൂരാ പ്രോക്ത മയാനകാം. 2 യോഗം നടത്തണം. 1 സമർത്ഥരായ സാഖ്യന്മാർ, ജ്ഞാനയോഗികൾ. അത് സാഖ്യന്മാർ ജ്ഞാനയോഗികൾ എന്നുള്ളത് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ, അത് വിസ്തരിക്കാൻ ഞാൻ മെനക്കെടുന്നില്ല. ഏതൊക്കെയാണ്? എല്ലാ ഇതിനെയും നിയന്ത്രിച്ച ഹോമങ്ങൾ ചെയ്ത് ദേവന്മാരെ പ്രീതിപ്പെടുത്തി അവർക്കുള്ളത് കൊടുത്ത് അവരിൽ നിന്ന് പ്രസാദം വാങ്ങി അവരുടെ അനുഗ്രഹം വാങ്ങി ഭഗവാന്മാരുടെ അനുഗ്രഹം വാങ്ങുന്നവൻ ജ്ഞാനയോഗി. 2 സത്യത്തിലേക്കുള്ള വഴി നയിക്കുന്നതാണ്. രണ്ടും സത്യത്തിലേക്കാണ്. 2 കർമ്മയോഗി. കർമ്മയോഗി ആരാണ്? നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന കർമ്മം. വളരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മം പറയുമ്പോൾ പല കർമ്മങ്ങളുണ്ട്. ഈ കർമ്മത്തിനെ പറ്റി പറയുന്നു, നിങ്ങൾക്ക് ഈശ്വരൻ വിധിച്ചിരിക്കുന്ന കർമ്മം ശരിയായ രീതിയിൽ ഫലം പ്രതീക്ഷിക്കാതെ നിങ്ങൾ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ കർമ്മയോഗിയാവുന്നു. മനസ്സിലായോ? ഇപ്പോൾ നമ്മളറിയാതെ തന്നെ മൊത്തത്തിൽ 3 കർമ്മങ്ങളുണ്ട്. 1 നമ്മളറിയാതെ ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന കർമ്മം. 2 നമ്മൾക്ക് വിധിക്കപ്പെട്ട കർമ്മം. 3 നമ്മൾ ചെയ്യുന്ന കർമ്മം. എന്താണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ? 1 നമ്മളറിയാതെ ഭഗവാൻ നമ്മൾക്ക് തന്നിരിക്കുന്ന കർമ്മം, അത് നമുക്ക് ചെയ്തേ പറ്റൂ. നമ്മളറിയുന്നില്ല, നമ്മൾ ആ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളതറിയുന്നില്ല. ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന കർമ്മമാണ്. എന്താണ്? കണ്ണ്, ദൃഷ്ടി, നമ്മൾ കാണുന്നു. കണ്ണ് ചിമ്മുക, ചെവി കേൾക്കുക, വായുകൊണ്ട് സംസാരിക്കുക, ശ്വാസം ധരിക്കുക. ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കർമ്മമാണ്. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് അവസാനം വരെ തുടർന്നുകൊണ്ടിരിക്കും. അത് നമ്മളറിയാതെ നമ്മൾ ചെയ്യുന്ന കർമ്മമാണ്. അപ്പോൾ അതിന് ഫലം പ്രതീക്ഷിക്കുകയോ പ്രതീക്ഷിക്കാതെ ഇരിക്കുകയോ ചെയ്യാതെ ദൈവം തന്നു. അടുത്ത കർമ്മം എന്താണ്? നിങ്ങൾക്ക് വിധിക്കപ്പെട്ട കർമ്മം.
അത് ഓരോ മനുഷ്യനും ഈശ്വരൻ ഓരോ കർമ്മങ്ങൾ വിധിച്ചിട്ടുണ്ട്. ആ കർമ്മം നിങ്ങൾ ചെയ്യും. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം, ഒരു നമുക്കൊരു ദഹനക്കാരനെ എടുക്കുക. അയാളുടെ കർമ്മം എന്താണ്? ദഹനം. അയാൾക്ക് വിദ്യാഭ്യാസമൊന്നുമില്ല, പാവം ഇത് മാത്രമേ ഉള്ളൂ. ആ കർമ്മം അയാൾ സത്യമായ രീതിയിൽ ചെയ്ത് ഭക്ഷണം എല്ലാവർക്കും പാകം വെച്ച് സ്വന്തം കുടുംബത്തെ പുലർത്തുക, സ്വന്തം വിവാഹിതനായ കുടുംബത്തെ പുലർത്തുക എന്നാണ് ഏറ്റവും വലിയ പ്രധാന കർമ്മം. നമ്മളെ വിശ്വസിച്ച് വരുന്ന നമ്മളെ ഭാര്യയെ, നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ട നമ്മളെ കുട്ടികളെ രക്ഷിക്കുക എന്നാണ് പ്രഥമ കർമ്മം. ആ കർമ്മം നമ്മൾ ചെയ്യുന്നു. ഓക്കെ, ഇനി അതെന്താണ്? അത് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം. ഇങ്ങനെ ഓരോ വ്യക്തിക്കും ഓരോ കർമ്മങ്ങൾ വിധിക്കപ്പെട്ടിട്ടുണ്ട്. അത് വിസ്തരിക്കാൻ നിന്നാൽ നമുക്ക് വർഷങ്ങളല്ല യുഗങ്ങളായാലും തീരില്ല. അങ്ങനെയാണ് കർമ്മം. ഞാൻ പറഞ്ഞില്ല, ഇത് അത്ര എളുപ്പം മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സാധനമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 1,00,000 കൊണ്ട് ഭാഗിച്ചതിൻ്റെ ഒരംശം ഞാൻ തന്നിരിക്കുന്നു. ഇനി അടുത്ത നിങ്ങൾ ചെയ്യുന്ന കർമ്മം. അതെന്താണ്? നിങ്ങൾ ചെയ്യുന്ന കർമ്മം നമ്മൾ വിധിക്കപ്പെട്ട കർമ്മം എന്താണ്? നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണ്? നമുക്ക് വിധിക്കപ്പെട്ട കർമ്മമല്ലാതെ നമ്മൾ ചെയ്യുന്നു എങ്കിൽ അതും ഒരു തരം കർമ്മമാണ്. പാപം, പുണ്യം, ശ്രേഷ്ഠം, അതൊക്കെ മറുവശം. ഓരോ കർമ്മത്തിനും ഓരോ വിധത്തിലുണ്ട്. നിങ്ങൾക്ക് വിധിക്കപ്പെട്ട കർമ്മം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? മനുഷ്യനെ കൊല്ലാൻ ആർക്കെങ്കിലും വിധിച്ചിട്ടുണ്ടോ? ഇല്ല. കുത്തും കൊലയും നടത്തുന്നില്ലേ? പലിശ വാങ്ങിയ മനുഷ്യനെ കഴുത്തറക്കണം. ധാരാളം സ്വത്തുണ്ടായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുന്നില്ല. ദൈവം നമുക്ക് സ്വത്തുകൾ തരുന്നതെന്നാണ് ധാരാളം നിങ്ങൾക്ക് സുഖിക്കുവാനും നിങ്ങൾക്ക് അനുഭവിക്കുവാനും നിങ്ങളാൽ മറ്റുള്ളവൻ അനുഭവിക്കപ്പെടേണ്ടവനുമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ സ്വത്തും സുഖമൊക്കെ തരുന്നത്. അത് നിങ്ങളുടെ കർമ്മമാണ്. ആ കർമ്മത്തെ വേണ്ടാന്ന് വെച്ച് അതിൽ ശ്രദ്ധിക്കാതെ ദുഷ്കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുന്നു. നോക്കൂ, ഭക്ഷണം നൽകുന്നില്ല, വീട്ടിൽ ധാരാളം ഉണ്ടാവും സ്വത്ത്, ആർക്കും കൊടുക്കില്ല, അങ്ങനെ അനുഭവിക്കും. വസ്ത്രങ്ങൾ നൽകില്ല, ഉടുതണി. ഞാൻ പല സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ട്. ഞാൻ ബീഹാറിൽ കുറേ ഇരുന്ന ആളാണ്. അവിടെ ഉടുതണിയില്ലാതെ വസ്ത്രമില്ലാതെ നടക്കുന്ന 18 വയസ്സുകാരിയായ കുമാരികളെ ഞാൻ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. മാനം മറയ്ക്കാൻ നിർത്തിയില്ല. അപ്പോൾ അവിടെ പണക്കാരില്ല, അത് വേറെ കാര്യം. പക്ഷേ നമ്മളെല്ലാം വിചാരിച്ചാൽ സാധിക്കില്ലേ? ഈ ഒരു ചെറിയ കാര്യം ദൈവം നമ്മൾക്ക് വിധിച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ ചെയ്യാതെ അവരെ ലൂട്ടി ചെയ്യുക, അതാണ് അടുത്ത കർമ്മം. ഈ 3 കർമ്മം നമുക്ക് വിധിച്ചിരിക്കുന്നത്. അപ്പോൾ സത്യത്തിലേക്കുള്ള കർമ്മം ഏതാണ്? ഞാൻ പറഞ്ഞു, സത്യത്തിലേക്കുള്ള കർമ്മം 2ആണ്. ഒന്ന് യോഗികൾക്ക് വിധിക്കപ്പെട്ട ഹോമം ഇതൊക്കെ ചെയ്യുന്നു. രണ്ടാമത് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മം നമ്മൾ ചെയ്യുക. അത് സത്യത്തിലേക്കുള്ള ഭാഗമാണ്. നിങ്ങൾക്ക് വിധിക്കപ്പെട്ടതാണത്. നിങ്ങളത് ചെയ്തേ പറ്റൂ. നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴാണ് നിങ്ങൾ പാപിയായി തീർന്നത്. മറ്റേത് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പുണ്യവാനാവുമോ എന്നൊരു ചോദ്യം വരും. പുണ്യവാനായിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്തു എന്നുള്ള സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ ദൈവത്തിനും വരും. ഞാൻ കൊടുത്തത് അവൻ ചെയ്തു, അതിനുള്ള പ്രതിഫലം തീർച്ചയായും കിട്ടും. ഏത് വിധത്തിൽ, എപ്പോൾ, എവിടെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെയാണ് 3 വിധം കർമ്മങ്ങളെ പറയുന്നത്. ഇനിയും കർമ്മങ്ങൾ, ധാരാളം കർമ്മങ്ങളുണ്ട്. ഓരോ ഇതിലും ഞാൻ പറഞ്ഞുതരാം. ഞാനത് വിസ്തരിക്കാൻ നിൽക്കുന്നില്ല. ഞാൻ 10-15 മിനിറ്റ് കൊണ്ട് എല്ലാം അവസാനിപ്പിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് ബോറടിക്കാതെ ഇരിക്കണം. അതൊരൊറ്റ കാരണം, നിങ്ങൾ ഓഫ് ചെയ്ത് മിണ്ടാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ യന്ത്രയോഗത്തിൽ ജീവിക്കുന്നവരാണ്. കലിയുഗത്തിൽ എല്ലാവർക്കും ഓരോ തരം ജോലികളുണ്ട്. അതെല്ലാം വിട്ടിട്ടായിരിക്കും ഒരു പക്ഷേ ഇത് കേൾക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരു വെറുപ്പ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 15 മിനിറ്റ് കൊണ്ട് 15 അല്ലെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുന്നത് ചെയ്യുന്നത്. ഇത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ അനുഗ്രഹിക്കുക. ലോക നന്മയ്ക്ക് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതെൻ്റെ റിക്വസ്റ്റാണ്. നമ്മൾ ഹിന്ദുധർമ്മം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിടാൻ പാടില്ല, നശിക്കാൻ വിടാൻ പാടില്ല. അതിനെ രക്ഷിക്കേണ്ടത്
നമ്മുടെ കടമയാണ്. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല, നമ്മളുടെ കടമയാണ് അത് ചെയ്യുക. നമസ്കാരം.